ഇന്ത്യൻ ഫുട്ബോളിൻ്റെ പ്രതിരോധ കോട്ട എങ്ങനെ കാക്കണമെന്നറിയണമെങ്കിൽ ഇദ്ദേഹത്തോട് ചോദിച്ചാൽ മതി. അനസ് എടുത്തുടക്കിയ പൂനെ FC-യിലൂടെ അദ്ദേഹത്തിൻ്റെ മുഖമുദ്ര പതിപ്പിച്ചെങ്കിലും ഇന്ത്യൻ ക്യാപ്പ് കിട്ടാൻ ഒത്തിരി കാത്തിരിക്കേണ്ടി വന്നു. എന്നാൽ അതിനുശേഷം കിട്ടിയ അവസരങ്ങളിൽ എങ്ങനെ ഒരു പ്രതിരോധ പടൻ ഇന്ത്യൻ പ്രതിരോധവും അതുപോലെ ISL-ഉം അടക്കി ഭരിക്കുമെന്ന് കാണിച്ചു തന്ന അനസ് എടുത്തോടിക്ക തന്നെയാണ് ഇന്ന് മലപ്പുറം FC എന്ന ടീമിനെ ഇവിടെ ഒരുമിച്ച് കൂട്ടിയത്. ഈ ടീമിനെ ബിൽഡ് ചെയ്തതിൻ്റെ പുറകിലെ ആ സ്ട്രാറ്റജി റോയ് കൃഷ്ണയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. താങ്കളെ വിളിച്ചതുകൊണ്ടാണ് ഇവിടെ എത്തിയെന്ന്. സൂപ്പർ ലീഗ് കേരളയിൽ ഈ മലപ്പുറത്തിനെ എങ്ങനെയാണ് ഇങ്ങനെ ഒരു കട്ട ടീമാക്കി മാറ്റിയത്? ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ മാനേജ്മെൻറ്റിനോട് താങ്ക്സ് പറയാണ്. മെയിൻ റീസൺ എനിക്കിങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി. എൻ്റെ മെയിൻ അംബീഷൻ ഞാൻ എൻ്റെ പൊസിഷനല്ല, എന്നോട് ഉള്ളൊരു ജോലി എന്താണ് എൻ്റെ പൊസിഷൻ എന്നതിലല്ല, എൻ്റെ ടീം എനിക്ക് ഉണ്ടാക്കണമെന്നും അതിൽ എനിക്ക് SLK ഫൗണ്ടേഷൻ മലയാളികൾക്ക് വേണ്ടിയിട്ടുള്ള ഫൗണ്ടേഷൻ എന്നുള്ളൊരു ഫീലായിരുന്നു എനിക്ക്. സോ മാക്സിമം എൻ്റെ ടീമിൽ മലയാളികളെ എത്തിക്കാം എന്നുള്ളൊരു പ്ലാനാണ്. അത് കേരളത്തിലുള്ള ഏത് പ്ലെയർ ആണെന്നുണ്ടെങ്കിലും അവരെ എത്തിക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ പേര്. ഫൈനലി ആണ് ഇഷാന് ഒരു ഔട്ട് ഓഫ് സ്റ്റേറ്റ് പ്ലെയറെ ഞാൻ സൈൻ ചെയ്തത്. റോയിനൊക്കെ സൈൻ ചെയ്യാനുള്ള മെയിൻ റീസൺ SLK യങ്സ്റ്റേഴ്സിൽ നിന്ന് കിട്ടുന്ന പ്രചോദനം വളരെ വലുതാണ്. സോ നെക്സ്റ്റ് ഫൗണ്ടേഷൻ എനിക്ക് തോന്നുന്നു ISL അല്ലെങ്കിൽ നാഷണൽ ടീം റെപ്രസെൻ്റ് ചെയ്യുക എന്നുള്ളതാണ്. കേരളത്തിലുള്ള പ്ലെയർ മാക്സിമം കളിക്കണം നാഷണൽ ടീം. സോ അവർക്ക് പ്രൊഫഷണലിസം അല്ലെങ്കിൽ ഡ്രസ്സിങ് റൂം എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഗ്രൗണ്ടിലുള്ള മോട്ടിവേഷണൽ സാധനങ്ങൾ അല്ലെങ്കിൽ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം എന്നുള്ള ഫീല് റോയ് കൃഷ്ണ പോലത്തെ അല്ലെങ്കിൽ എക്സ്പീരിയൻസ് അക്കു ഗൈനി ആവട്ടെ ഇർഷാദ് ആവട്ടെ ഐസിൽ കളിച്ച എക്സ്പീരിയൻസ് ഉള്ള പ്ലേയേഴ്സിന് അവർ വരുമ്പോൾ യങ്സ്റ്റേഴ്സിന് കൂടുതൽ പ്രചോദനമാവും. അവരെ ഡ്രസ്സിംഗ് റൂം എക്സ്പീരിയൻസ് അവർക്ക് ഷെയർ ചെയ്യുമ്പം അവർക്ക് യെസ് അവരെ കേപ്പബിളും അവരെ സാധനങ്ങളും നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. സോ എൻ്റെ മെയിൻ തോട്ട്സ് കളിയും അതിനുപരി എൻ്റെ നമ്മളെ നാട്ടിലെ മലയാളി കുട്ടികളെ എങ്ങനെ പ്രചോദനം ചെയ്യാം അല്ലെങ്കിൽ അവർക്ക് എങ്ങനെ കൊടുക്കാം പോസിറ്റീവ് മൈൻഡ്, അതായിരുന്നു എൻ്റെ മെയിൻ തോട്ട്സ്.